നയൻ, നീ പറഞ്ഞല്ലോ നീ അവനെ പല സ്ഥലത്തായിട്ടും കോയിൻസിഡന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ശരിക്കും നീ വിശ്വസിക്കുന്നു നയൻ? നീ അവനെ കണ്ടത് മൊത്തം ഒരു കോയിൻസിഡന്റ് ആയിട്ടായിരുന്നു എന്നുള്ളത്? നയൻ, നീ അവനെ കാണുന്നതിന് മുൻപേ അവൻ നിന്നെ കണ്ടിട്ടുണ്ട്. നീ അവനെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അവൻ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെപ്പോലെ തന്നെ അവൻ്റെ ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു നീ. നീ അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. നീ അതറിയണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇന്ന് ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നത്. അവർ 10th പഠിക്കുന്ന കാലത്ത് ടൂർ പോരുന്നത് മണാലിയിലേക്കായിരുന്നു. നല്ല മഞ്ഞുവീഴ്ചയുള്ള സമയം. എല്ലാവരും അവിടെ ആ ഫോട്ടോസും എല്ലാം എടുത്ത് ആഘോഷിക്കുകയായിരുന്നു. ഹർഷു, ഋഷി, ഇവന്മാരെന്തേ കാണിക്കുന്നേ? പാവം പെണ്ണ് കിട്ടാതെ പ്രാന്തായതെന്ന് തോന്നുന്നത്. എടാ ഋഷി, എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുണ്ട്. എന്നിട്ടാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. എടാ ഫോൺ എടുത്താൽ സീനാവോ? എന്ത് സീന്? എടാ ടൂറല്ല, അതൊന്നും ഒരു വിഷയമല്ല. സാറ് ആദ്യം പറയല്ലോ, നീ ആദ്യം അവൻ്റെ എടുക്ക്, എന്നിട്ടാണ് എൻ്റെ എടുക്കാൻ. എന്നിട്ട് എന്തിനാ അത് പിന്നെ ചിഞ്ചുവിനെ അയച്ചെടുക്കാൻ? ചിഞ്ചോ? ഈ കഴിഞ്ഞ ആഴ്ച ചിഞ്ചു അല്ലാന്നല്ലോ. അത് കഴിഞ്ഞ ആഴ്ചല്ലേ, പക്ഷെ ഈ ആഴ്ച ചിഞ്ചുപോയി. ഇവരൊക്കെ അത് എവിടെ നിന്ന് കിട്ടണതിന് മാത്രമോ? അങ്ങനെ ഫോട്ടോ എടുപ്പിന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും എടുത്തു. അവസാനമായിരുന്നു ഹർഷിന്റെ എടുത്തത്. ഹർഷിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്തായിരുന്നു ഋഷിന്റെ കണ്ണിൽ പതിഞ്ഞത് ഹർഷല്ലായിരുന്നു, മറിച്ച് അവന്റെ പുറകിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. എടാ എടുത്തോടാ. എന്ത്? എടാ ഫോട്ടോ എടുത്തോന്ന്? ഇല്ല എടുത്തില്ല. വേഗം എടുക്കാൻ നോക്ക്. സ്റ്റുഡൻസ് കം കം, ഫുഡിന്റെ ടൈമാണ്. വാ വാ, മതി മതി, ഫോട്ടോ എടുപ്പൊക്കെ വാ. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഋഷിയുടെ മനസ്സ് അപ്പോഴും ആ പെൺകുട്ടിയിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. പല ദിവസങ്ങളിലായിട്ട് അവൻ മണാലിയിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടിരുന്നു. മണാലിയിൽ വെച്ച് മാത്രമല്ല, 2 സ്കൂളിൽ നിന്ന് വന്ന ടൂറിന്റെ പാക്കേജ് സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടൂർ കഴിയുന്നത് വരെ പല സ്ഥലങ്ങളിലായിട്ട് അവൻ നയനെ കണ്ടിരുന്നു. കാതൽ പൂക്കും പൂവേ സാരൽ വീസീരം என்னை கொஞ்சம் மழையில் உன் வாசம் கெஞ்சும் நெஞ்சம் உன்னை கெஞ்சும் புலரும் காலை வேண்டாம் இரவின் குளிரை என்னை கொல்லாதே. ഋഷി, നീ താഴെ വായ നോക്കി നിൽക്കുന്നത്? ഏയ് ആരുമില്ല. ആരുമില്ല, ഞങ്ങൾ കാണുന്നുണ്ട് ആരാന്നൊക്കെ ഉള്ളത്. എന്താ മോനെ നിന്റെ ഉദ്ദേശം? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. പിന്നെ ലവ്, മൊഹബത്ത്, കാതൽ, അതാണ് എനിക്ക് അവളോട്. അങ്ങനൊക്കെ ചോദിച്ചാൽ എന്തോ ഒരു ഇഷ്ടം. എൻ്റെ പൊന്നു മോനെ ഋഷി, ഇതൊന്നും വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഈ ടൂറും കൂടി കഴിഞ്ഞാൽ നീ അവളെ കാണും കൂടില്ല. പിന്നെ എന്തിനാ വെറുതെ ഇഷ്ടമൊക്കെ മനസ്സിൽ നടക്കുന്നത്? അയ്യോ, ആരെ ഉപദേശിക്കുന്നത്? ആഴ്ചക്കാഴ്ചക്ക് പെണ്ണ് മാറ്റാൻ നീയാണോ അവനെ ഉപദേശിക്കുന്നത്? എടാ, ഞാൻ ആഴ്ചക്കാഴ്ചക്ക് പെണ്ണിനെ മാറ്റുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഒരുത്തിയും കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സിമ്പിളാണ്. പക്ഷെ ഇവരങ്ങനാണോ? ഇവന്റെ നൃത്തം കണ്ടതന്നെ അത് കിളി പോയി നിൽക്കുന്നുള്ളത്. എൻ്റെ പൊന്നു മോനെ ഋഷി, നീ ആ കുട്ടിനെ ഇവിടെ നിന്ന് കാണും, പിന്നെ കാണില്ല. എന്തിനാ വെറുതെ ഇതൊക്കെ തലയെ കൊടുക്കാൻ നിൽക്കുന്നത്? അതൊക്കെ പിന്നെ വയ്യാവേലി അവിടെ. അഭി പറഞ്ഞത് കേട്ടപ്പം ഋഷിക്ക് ചെറിയൊരു വിഷമം തോന്നി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇനി അവർ തമ്മിലൊരു കൂടിക്കാഴ്ച ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്നാലും എന്തോ ഒരു ഇഷ്ടം ഋഷിക്ക് ആ കുട്ടിയോട് തോന്നിയിരുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു ഇഷ്ടം. അങ്ങനെ അവരുടെ 10ാം ക്ലാസ് കഴിഞ്ഞു പോയി. അഭി പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അവൻ ആ കുട്ടിയെ കണ്ടിട്ടില്ലായിരുന്നു. +1 പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തു. അവന്റെ കൂടെ വാല് പോലെ തന്നെ ഹർഷും അഭിയും മിത്രയും ഉണ്ടായിരുന്നു. 4 പേരും കസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ ഋഷിന്റെ സേഫ് സോൺ ആണ് ഇവർ 3 പേരും. അധികം ആരോട് സംസാരിക്കാത്തൊരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർ 3 പേരും അല്ലാതെ ഋഷിക്ക് മറ്റ് ഫ്രണ്ട്സുകളും ഇല്ലായിരുന്നു. അല്ല, രണ്ടാളോട് അറിയാമേനത്തോട് ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ ലവേഴ്സിനെ കാണാൻ വരുന്നതിന് ഞങ്ങൾ അതിനോട് പിടിച്ചിരുത്തേണ്ട ആവശ്യം? എടാ, അത് പിന്നെ നിനക്കറിയാലോ, അമ്മ എന്നെ എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടൂല. നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ അമ്മ വിട്ടോളും. അതുകൊണ്ടാണ്. എടി, അതിന് നിനക്ക് അഭിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ പോലെ. അവന്റെ കൂടെ ഒന്നും തീരെ വിടൂല. അമ്മയ്ക്ക് അത്ര വിശ്വാസമാണല്ലോ അവനെ. അയ്യോ, അത് എന്നെ വിശ്വാസം ചെയ്യാത്തോണ്ടല്ല. നിന്റെ അമ്മക്ക് നന്നായിട്ട് നിന്റെ എല്ലാ കുർത്തക്കളും ഞാൻ കൂടെ നിൽക്കുന്നു, അതുകൊണ്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും 10 മിനിറ്റ് അതിൽ കൂടുതൽ എന്നെ കൊണ്ട് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ. എടാ, നീ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഋഷിനെയും കൂടെ വിളിച്ചത്. ബെസ്റ്റ്, നല്ല ആളാ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവനേതോ സ്വപ്ന ലോകത്താണ് തോന്നുന്നത്.
അത് വളരെ ശരിയായിരുന്നു. ഋഷി അവർ പറഞ്ഞത് ഒന്നും തന്നെ കേൾക്കുന്നില്ലായിരുന്നു. ഋഷി ഏതോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. അവന്റെ കണ്ണുകൾ ആ പാർക്കിന്റെ ഒരു അറ്റത്തായിട്ട് ഒരു പട്ടിക്കുട്ടിനെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന നയന്റെ മേലായിരുന്നു. എടാ അതാ അവളാ. തവളെ? തവളല്ല, അവള് നമ്മളന്ന് ടൂറിന് കണ്ട കുട്ടി. ഋഷി, നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിക്കണമെങ്കിൽ അതിനൊറ്റ അർത്ഥമുള്ളൂ, നിങ്ങൾ തമ്മിൽ ഒരുമിക്കാനുള്ളവരാണ്. എടി വെറുതെ ഓരോന്നും പറഞ്ഞ ചെക്കൻ വെറുതെ പിരി കയറ്റി വിടല്ലോ കേട്ടോ. ഞാൻ പിരി കയറ്റി വിട്ടതൊന്നല്ല. അല്ലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടി? കണ്ണുള്ളോണ്ട്. ഓ അതൊന്നല്ല ഋഷി, നീ അവളെ വീണ്ടും കണ്ടിക്കണേ, അതൊരു നിമിത്ത. നിങ്ങൾ തമ്മിൽ ഒരുമിക്കാന്നുള്ളൊരു സിഗ്നലാണത്. ഈ പെണ്ണ് മിക്കവാറും ആ ചെക്കനെ താന്തോടിപ്പിക്കും. ദിവസങ്ങൾ അങ്ങനെ വീണ്ടും കടന്നുപോയി. പിന്നീട് അവൻ നയനെ കാണുന്നത് അവരുടെ എൻട്രൻസ് കോച്ചിങ്ങിന്റെ പുറത്ത് വെച്ച് ഒരു മഴയത്ത് അവളുടെ കുട ഒരു മരച്ചിലയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അതെടുക്കാൻ അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഋഷി, ഓഹോ, ടൈമിംഗ് ഇല്ലാത്തോണ്ട്. എടി നിന്നെ പാടുകൊണ്ട് കെട്ടിയെടുത്തത് അവിടെ നല്ലൊരു സീൻ നടന്നുകൊണ്ട് നിൽക്കായിരുന്നു. ആ സീൻ നോക്കി നിന്നാലേ അവിടെ സാറിന്റെ വായിരിക്കണ കേൾക്കാം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇതിന്റെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും വെച്ച് ഋഷി നയനെ കാണാറുണ്ടായിരുന്നു. നയന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാം ഒരു കോയിൻസിഡന്റ് ആയിട്ടാണ്. എന്നാൽ ഋഷിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിയാ, ചിലതൊക്കെ കോയിൻസിഡന്റ് ആയിട്ട് തന്നെയാണ്. എന്നാൽ ചിലതൊന്നും അങ്ങനെ അല്ലായിരുന്നു. അവളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അവൻ വന്നതായിരുന്നു. ഋഷി, നീ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കാതെ ആ കുട്ടിനോട് പോയിട്ട് ഇഷ്ടം പറയടാ. നോക്ക്, +2 കൂടി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും. പിന്നെ നീ അവളെ കാണുന്നും കൂടെ ഒരു ഉറപ്പില്ല. ഇതന്നെയല്ലേ നീ എന്നാ 10ാം ക്ലാസ്സിലും പറഞ്ഞത്. എന്നിട്ട് അവൻ കണ്ടില്ലേ? അല്ല, അത് കണ്ട്, പക്ഷെ എപ്പോഴും അങ്ങനെ കാണണമെന്നില്ലല്ലോ. എടാ, അവൾ എനിക്ക് വിധിച്ചതാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടും. അവനോട് എപ്പോഴൊക്കെ പറയുമ്പോഴും അവൻ കൊടുക്കുന്ന ഉത്തരതായിരുന്നു, എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടുക തന്നെ ചെയ്യുന്നുള്ളത്. അത് ഋഷിന്റെ ഒരു വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ അവന്റെ ഒരു ഉറപ്പായിരുന്നു. നമ്മൾ ചില ആൾക്കാരോട് ചോദിക്കാറുണ്ടല്ലേ, നിനക്കങ്ങോട്ട് പറഞ്ഞാൽ പോരെ, നിനക്കങ്ങോട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞാൽ പോരെ ചെയ്താൽ പോരെ ചോദിക്കണം അത്ര എളുപ്പമായിരിക്കുന്നുണ്ടാവില്ല അത് പറയാനും അത് ചെയ്യാനും. ചില ആളുകൾക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, അതെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണമെന്ന് അവർക്ക് അറിയില്ല. അതിന്റെ അർത്ഥം അവർക്ക് ഫീലിങ്സ് ഇല്ലാന്നോ ഇമോഷൻസ് ഇല്ലാന്നോ അല്ല. അവർ നിൽക്കുന്ന ആ ഒരു ഷെല്ല് അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാന്ന് പറയുന്നത് ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് അവർക്ക് നല്ല സമയം വേണ്ടി വരും. ഋഷിന്റെ കാര്യത്തിൽ അത് തന്നെ ആയിരുന്നു. അവൻ ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാന്നുള്ളത് കുറച്ചധികം സമയം വേണ്ടി വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ ഇഷ്ടം അവനക്ക് നയനോട് പറയാൻ കഴിയാതായി പോയതും. എന്തായാലും അവരുടെ +2 കാലഘട്ടം കഴിഞ്ഞുപോയി. ഇപ്പോൾ അവർ കോളേജിലേക്കായിട്ട് പോവുകയായിരുന്നു. പക്ഷെ അപ്പൊ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ അവരെ കൂടെ അബി ഉണ്ടായിരുന്നു. 4 പേരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവർ കോളേജിലേക്ക് പോകുന്ന സമയത്തെപ്പോഴത്തേനും അവർ 4ൽ നിന്ന് 3ആയി മാറി. അബി സിവിലായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ അവർ ആ കോളേജ് തുടങ്ങി ആദ്യത്തെ ആ ഒരു വർഷം നയനെ ഋഷി കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവന് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നാറുണ്ടായിരുന്നു. എന്നാലും അവന്റെ മനസ്സിൽ നിന്നും ആരോ മന്ത്രിക്കുന്ന പോലെ അവന് തോന്നും, തനിക്ക് വിധിച്ചതാണെങ്കിൽ അവൻ അവളെ കാണുക തന്നെ ചെയ്യുന്നുള്ളതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ 2nd ഇയർ വന്നതും അവരുടെ കോളേജ് ഷിഫ്റ്റ് ആവുന്ന കാര്യം സാറ് വന്ന് പറയുന്നതും. അപ്പൊ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ, ഈ ഒരു ബിൽഡിംഗ് നമ്മൾ താൽക്കാലികമായി നിന്നതായിരുന്നു. നമ്മുടെ റിയൽ ബിൽഡിങ്ങിന്റെ പണി കഴിയുന്നത് വരെ. അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. ഈ ഒരു വീക്ക് നിങ്ങൾക്ക് കോളേജ് അവധിയാണ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് നിങ്ങൾ ആ കോളേജിലേക്കാണ് വരേണ്ടത്. ഓക്കെ. ഇതിനിടക്കായിരുന്നു അവരെ കോളേജിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിരുന്നത്. ഋഷിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു അത്. ഋഷിനോട് സംസാരിക്കാൻ ഒരുപാട് ഫാൻ ഗേൾസ് വരാറുണ്ടായിരുന്നു. എന്നാൽ ഋഷി അധികം ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവന്റെ സേഫ് സോൺ എന്നും മിത്രയും ഹർഷും അബിയും ആയിരുന്നു. പക്ഷേ മിത്രനോടുള്ള ഋഷിന്റെ ഇന്ററാക്ഷൻ കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നുള്ളത്. അല്ലാന്ന് മിത്ര എത്ര വട്ടം പറഞ്ഞിട്ടും അതാരും എടുത്തതേ ഇല്ല.
അല്ലെങ്കിലും അങ്ങനെ ശരിയായ ന്യൂസ് അത്ര പെട്ടെന്നൊന്നും സ്പ്രെഡ് ആവില്ല. എന്നാൽ ഒരു ഫോൾസ് ന്യൂസ്, ഒരു റൂമർ, അത് എത്ര പെട്ടെന്ന് സ്പ്രെഡ് ആവാം, കാട്ടുതീ പോലെ. ആദ്യമൊക്കെ അത് ഋഷിക്കും മിത്രക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും അത് മൈൻഡ് ചെയ്യാണ്ടായി. പറയുന്നവർ പറയട്ടെ, അല്ലെങ്കിലും എത്ര ആൾക്കാരെ വാ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റും. അതിനേക്കാളും ഭേദം അത് കേട്ടില്ലെന്ന് നടിക്കുന്നത് തന്നെയാണ്. കോളേജ് കൊള്ളാലേ, നമ്മുടെ മറ്റേ കോളേജിനേക്കാളും നന്നായിട്ടുണ്ട്. അതതിന് അവർ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ, അതായിരിക്കും. അല്ല, ഈ കോളേജിലെ അഭി പഠിക്കുന്നത്? ആ ആണ്, പക്ഷെ അവൻ വേറെ ഡിപ്പാർട്ട്മെന്റിലാ. അവന് ക്യാൻറ്റീനിൽ ഉണ്ടെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും അങ്ങോട്ട് ചെല്ലാം. ക്യാൻറ്റീനിലെത്തിയ ഋഷി മിത്രനോട് നല്ല സംസാരത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു അവൻ അഭി വിളിച്ചിരുന്നത്. ഋഷി ഇവിടെ ഇവിടെ, എടാ നിന്റെ ആളാതാ. എന്താണ്? എടാ നിന്റെ ആളാതാന്ന്. അഭി പറഞ്ഞ സ്ഥലത്തേക്ക് ഋഷി നോക്കുമ്പോൾ കാണുന്നത് ലിതിനെ നോക്കി എന്തോ കമന്റ് പറയുന്ന നയനായിരുന്നു. വാവ് ഋഷി, എടാ നീ അവളെ കണ്ട ദിവസം അതിന്റെ പ്രത്യേകത എന്താ നിനക്കറിയോ? എടാ ഇതൊരു യൂണിവേഴ്സൽ സിഗ്നലാണ്. നമുക്ക് അവളുടെ പേര് നയൻ, ഈ മാസവും നയൻ, ഇന്നത്തെ ഡേറ്റും നയൻ. കണ്ടാ കണ്ടാ? എന്റെ പൊന്നെ മിത്ര, ആ വാദം നീ അടച്ചു വെക്കോ. എടാ ഇവളുടെ പൊട്ടത്തരം കേട്ട് നിന്നാലേ നിനക്ക് ക്ലാസ് കാണാൻ ടൈം ഔട്ടോ. ഹർഷ എവിടെ? അവനാ മെയിൻ ഗേറ്റിന് അവിടെ ഇപ്പം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെല്ലി. പിന്നെ നിന്നോട് ഇന്ന് വെച്ചോരോ പൊട്ട തീയതി പറഞ്ഞാൽ ചെറുക്കുന്നത് പ്രാന്താക്കാൻ നിൽക്കരുത്. ഞാൻ പൊട്ടത്തിയെന്നല്ല പറഞ്ഞത്, ഞാനൊരു യൂണിവേഴ്സൽ സിഗ്നൽ പറഞ്ഞതാണ്. എന്റെ പൊന്നെ, ആ അവിനാശിനൊക്കെ സമ്മതിക്കണം ഇതിനെ സഹിക്കുന്നതിന്. മിത്ര പിന്നെ അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ യൂണിവേഴ്സൽ സിഗ്നലാണ്. എന്തോ ഒരു കാര്യത്തിലും യൂണിവേഴ്സൽ സിഗ്നൽ നോക്കാണ് ആളുടെ മെയിൻ പരിപാടി. എടാ ഋഷി, മിത്ര പറഞ്ഞ ശരിയാണോ? നീ അവളെ കണ്ടോ? ആടാ ക്യാൻറ്റീനിൽ വെച്ച് കണ്ട്. അവൾ ഈ കോളേജിലാ. എടാ എന്നാലത് ശരിക്കൊരു കോയിൻസിഡന്റ് ആയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളെ എനിക്ക് വിധിച്ചതാണ് അവളെ ഞാൻ വീണ്ടും കാണുന്നുള്ളത്. ഋഷി ഇനി എന്താ നിന്റെ പ്ലാന്? എന്ത് പ്ലാന്? എടാ നോക്ക്, അവളിതാ നിന്റെ തൊട്ടടുത്ത്, ഇത്ര അടുത്ത് അവൾ എത്തിയിട്ടും ഇനി നിനക്ക് നിന്റെ ഇഷ്ടം അവളെ പറയാൻ പറ്റുന്നില്ല. ഋഷി എന്നോട് ഞാൻ കാര്യം പറയട്ടെ, ഈ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ നീ എന്നാ പണിക്ക് നിൽക്കരുത്. എടാ എനിക്കറിയില്ല, എന്തോ എന്തോ നമ്മളോട് ഇഷ്ടം തുറന്നു പറയാൻ എന്നെ പിന്നോട്ട് വലിക്കുന്ന മാതിരി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ നേച്ചോറും അവൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ. നെയ്ച്ചോറല്ലോ കോഴി ബിരിയാണി മുണ്ടാടക്കടാ. എടാ നിന്റെ നേച്ചറിന് എന്നെയും കൂടി തെറ്റിച്ച്. എടാ നിന്റെ നേച്ചറിന് എന്താണ് കുഴപ്പം? അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ. നീ ആദ്യം ആ കുട്ടികളോട് ഇഷ്ടം തുറന്നു പറ, എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഗൈസ്, പ്രധാന പ്രശ്നം ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണി എന്നല്ല, നമ്മൾ ചിന്തിക്കാണ്ട് പോയ വേറൊരു കാര്യമുണ്ട്. ഇത്രയും ലുക്കുള്ള അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലാതെന്താ നമുക്കിത്ര ഉറപ്പ്? ഏയ് അതിനൊരു ചാൻസും ഇല്ല. അതെന്താ നിനക്കിത്ര ഉറപ്പ്? ഇപ്പൊ ഇവനങ്ങനെ തോന്നിയില്ലേ അത്രയും ലുക്കുള്ള അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ല എന്നുള്ളത്? അങ്ങനെ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് അവൾ ആരും പ്രപ്പോസ് ചെയ്യില്ല, അതുകൊണ്ട് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ല. ഓ അപ്പൊ വെറുതെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തത്. എന്റെ ലുക്ക് കണ്ടിട്ട് പെമ്പിള്ളാർക്കൊക്കെ തോന്നിക്കാണ് എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ളത്. ഷേ, ഈ സൗന്ദര്യം ഒരു ശാപമാകുമല്ലോ. എടാ എന്നാലും അവൻ പറഞ്ഞ നമ്മൾ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയണ്ട. ആദ്യം നമുക്കൊന്ന് അന്വേഷിക്കാം അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് മതി നീ മനക്കോട്ട കെട്ടലൊക്കെ. ഹർഷ അത് ചോദിക്കുന്നവരെ അവരാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ശരിയാ, നയന്റെ ലൈഫിൽ മറ്റൊരാളില്ലെന്ന് എന്താ എത്ര ഉറപ്പ്? നയനൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർ ഇതുവരെ ആലോചിച്ചിട്ടില്ലായിരുന്നു. അവരുടെ മുന്നിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഋഷിക്ക് നയനെ ഇഷ്ടമാണ്. അതുമാത്രം അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഹർഷ ഒന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഓർത്തത് അതിനും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ളത്. എന്നാലും ഋഷിന്റെ മനസ്സിൽ അപ്പോഴും അവന് വല്ലാത്തൊരു വിശ്വാസമായിരുന്നു, എന്തോ നയന അവനുള്ളതാണെന്നത്. ആ ഉറപ്പ് അവൻ ഇപ്പോഴും ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കാം ബോയ് ഫ്രണ്ടിന്റെ കാര്യമൊന്നും ഋഷി അത്ര സീരിയസ് ആക്കി എടുക്കാനത്. പക്ഷെ അഭിയും ഹർഷും അത് സീരിയസ് ആക്കി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഋഷി അവളെ ഇത്രമേൽ സ്നേഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും അവസാനം അവളെ ലൈഫിൽ മറ്റൊരാളാണ് കണ്ടു കഴിഞ്ഞാൽ അത് ഋഷിനെ വല്ലാതെ വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലേ അത് അറിഞ്ഞേ പറ്റൂ. സാർ കമിൻ. ഋഷി, മിത്ര, നിങ്ങളല്ലേ ക്ലാസ്സിലെ ക്ലാസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മീറ്റിംഗ് ഉണ്ട്, ലൈബ്രറി ഹാളിലേക്ക് ചെല്ല്. എടാ ഋഷി, മീറ്റിംഗ് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. വാ നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. എക്സ്ക്യൂസ് മീ,
ഒന്ന് കുറച്ച് നീങ്ങിരിക്കോ? ഋഷി, ഇതാ കൊച്ചല്ലേ? എടാ, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ സിഗ്നലാടാ. നിനക്കുള്ളത് തന്നെയാണ് അവള്. ഋഷിന്റെ ചെവിയിലെ കിടന്ന മിത്ര പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലായിരുന്നു. അവനാകെ ഷോർട്ട് സർക്യൂട്ട് അടിച്ച മതിൽ നിൽക്കുന്നത്. നയൻ അവനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തുനിന്ന് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അവന്റെ ഹൃദയം കിടന്ന് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. മിത്ര പക്ഷെ ഒന്നും നോക്കില്ല. അപ്പം തന്നെ ഫോൺ എടുത്ത് ഗ്രൂപ്പ് മെസ്സേജ് തുടങ്ങി. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോഴായിരുന്നു ഹർഷും അബിയും ക്ലാസ്സിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുന്നത്. അപ്പോഴായിരുന്നു മിത്രന്റെ മെസ്സേജ് അവർ കാണുന്നതും. ഗായ്സ്, ഞാൻ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എന്നെ കളിയാക്കി കൊണ്ട് നിൽക്കലായിരുന്നു. ഇപ്പൊ എന്തായി? യൂണിവേഴ്സൽ വീണ്ടും സിഗ്നൽ തന്നുകൊണ്ടേ നിൽക്കാണ്. ഓ, ഈ ഏലിയന് ഇവിടെ ഇപ്പൊ പറയാൻ വേണ്ടി മെസ്സേജ് അയച്ചത്? അതിനല്ല ഞാൻ മെസ്സേജ് അയച്ചത്. എടാ, നമ്മുടെ ഋഷിന്റെ പെണ്ണ് അവന്റെ തൊട്ടടുത്ത്. നമുക്ക് ഈ ലൈബ്രറിയിൽ എന്തോ ഒരു സ്ഥലമുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ കറക്റ്റ് അവരുടെ തന്നെ വന്നിരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങളോടാണ് ചോദിക്കുന്നത്? എടാ, ആ ഏലിയൻ പറയുന്നതിലും കാര്യമുണ്ട്. ചിലപ്പോ അവര് തമ്മിൽ വല്ലതും ഉണ്ടാവും. അതൊക്കെ പറയാൻ വരട്ടെ. അതിനു മുന്നേ അവക്ക് വല്ല ബോയ് ഫ്രണ്ടോ ഉണ്ടോ ഇല്ലേ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അവക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. എടാ ഋഷി, നീ ഓൺലൈനിൽ ഉണ്ടെന്ന് മനസ്സിലായി. എടാ, അവളോട് എന്തെങ്കിലും സംസാരിക്കടാ. ഞാൻ എന്ത് സംസാരിക്കാനാണ്? എടാ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. അതിന് എനിക്ക് അവളോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, അവളോട് പറ നിന്റെ വീട്ടിലെ സുന്ദരിപ്പട്ടി പെറ്റു 2 കുട്ടികൾ, അമ്മണിയും രമണിയും. അല്ലെങ്കിൽ നീ അവളോട് ചോദിച്ചു നോക്ക്, ഓസോൺ ലെയറിൽ പാലുകൾ വരുന്നതിനെ പറ്റി എന്താ അവളുടെ അഭിപ്രായം എന്നുള്ളത്. അത് സിമെന്റ് വെച്ച് അടയ്ക്കാൻ പറ്റും, നീ അവളോട് ചോദിച്ചു നോക്ക്. ഇനി അതും അല്ലെങ്കിൽ സൗരത്തിൽ നിന്ന് പ്ലൂട്ടോനെ ഒഴിവാക്കിയതിനെ പറ്റി അവൾക്ക് യോജിപ്പുണ്ടോ ഇല്ലെന്ന് ചോദിക്കേ. ഇതൊക്കെ ഞാനെങ്ങനെ ചോദിക്കാനാ? അപ്പൊ നിനക്ക് മനസ്സിലായതും ചോദിക്കാൻ പറ്റുക എന്നുള്ളത്. എടാ, നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കി. ഒന്നില്ലെങ്കിൽ നാക്കൊന്ന് വല്ലപ്പോഴും അനക്കടാ. എന്റെ പുനഋഷി, നീ അവളോട് ഏതാ ക്ലാസ് എന്ന് ചോദിക്കേ. എടാ, അതിന് എനിക്കറിയാലോ അവള് ബയോമെഡിക്കലാന്നുള്ളത്. അത് നിനക്കറിയാന്നുള്ള കാര്യം അവക്കറിയില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കേ. എടാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കടാ. എന്നാ ഞാൻ ചോദിക്കാല്ലേ? ചോദിക്കേ. അപ്പം ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഡീറ്റെയിൽസുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാസ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വന്ന് 2 വാക്ക് സംസാരിക്കാൻ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എടാ, അവള് പോയി. പോയോ? പ്രിൻസിപ്പൾ ഓരോ ക്ലാസ്സിലെ വൈസ് പ്രസിഡന്റിനെയും ക്ലാസ് പ്രസിഡന്റിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എടി ജാതു, ഇതിൽ നിന്ന് നിന്റെ യൂണിവേഴ്സ് എന്ത് സിഗ്നലാണ് എടുത്തിരുന്നത്? അത് യൂണിവേഴ്സിലെ സിഗ്നൽ കട്ടായെന്ന് തോന്നുന്നു. കട്ടാവും. എന്തായാലും നിങ്ങൾ ചെല്ല്. നിങ്ങളപ്പം അങ്ങോട്ട് വിളിച്ചതല്ലേ, നമുക്ക് നല്ല ലഞ്ച് ബ്രേക്കിന് കാണാം. ഗായ്സ്, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ്. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. ഋഷിനോട് ആ കുട്ടിക്ക് എന്തോ ഉണ്ട്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? നിന്റെ യൂണിവേഴ്സ് വീണ്ടും സിഗ്നൽ തന്നു. ഏയ് അല്ലടാ, ഈ ഋഷി സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ടല്ലോ, ആ കുട്ടി അവനെ നോക്കുന്നത് കാണണമായിരുന്നു. അത് പിന്നെ അവൻ സംസാരിക്കുമ്പോൾ അവനല്ല അതിവിടെ നിന്ന് നോക്കൂ. എടാ, അങ്ങനല്ലടാ, അവളെ കണ്ണിൽ ഞാനപ്പോ തിളക്കം കണ്ടതാ. അത് ചിലപ്പോൾ അവളെ കണ്ണിലേക്ക് ലൈറ്റ് കാണാൻ അടിച്ചു തന്നു. ഋഷി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നയൻ അവനെ നോക്കുന്നത് മിത്ര കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് അടിച്ചതും നയനും അവനോട് എന്തോ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ പാവം മിത്ര, അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ബാക്കി 2 അത് കേൾക്കാൻ കൂട്ടാക്കുന്നേ ഇല്ലായിരുന്നു. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. എപ്പോഴും യൂണിവേഴ്സൽ സിഗ്നൽ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് തന്നെ അവളെ വാക്കുകൾ ആരും കാര്യമാക്കി എടുക്കാറില്ലായിരുന്നു. ഋഷിക്കാണെങ്കിൽ ഇതേ സമയം മെസ്സേജൊക്കെ വായിച്ചിട്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. അവസാനം പറഞ്ഞ് തൊണ്ടാത്ത വെള്ളം മാറ്റിപ്പോൾ അവർക്ക് വിശക്കാനും തുടങ്ങി. അതുകൊണ്ട് ഭക്ഷണം പുറത്തു പോയി കഴിക്കാൻ അവർ തീരുമാനിച്ചു. ഓ, എന്നെ ഋഷി അവന്മാരോട് പറഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങി. എടാ, നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചാലോ? പുറത്തുനിന്ന് കഴിക്കാം. അവന്മാര് വരുന്നുണ്ടോ? അവര് വരാന്ന് പറഞ്ഞിരിക്കുന്നു. കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൽ, അങ്ങോട്ട് പോവാം. ഋഷി, ഇത് നോക്കിക്കേ. നീ അവര് പറഞ്ഞ ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. അവളെ ലൈഫിൽ അവൾക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. എനിക്ക് ഉറപ്പ് അവൾക്ക് നിന്നെ ഇഷ്ടമാണുള്ളത്. അവളൊന്ന് നിന്നെ നോക്കണ ഞാൻ കണ്ടതാ ഋഷി. എന്റെ പൊന്നു ജാതു, നീ വെറുതെ അവന് ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി വിടാതെ നിൽക്ക്. ആദ്യം നമുക്ക് ഉറപ്പ് വരുത്തണം അവളെ ലൈഫിൽ അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത്. അവൾക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇല്ല. ഇന്നുണ്ടല്ലോ ഋഷി, നീ കാണായിരുന്നു അവള് നിന്നെ നോക്കണതുണ്ടല്ലോ. ഞാൻ എന്റെ അവിനാശിനെ നോക്കുന്ന മതിയാടാ. അങ്ങനെയാണ് അവള് നോക്കിയത്. എന്നാ ഋഷി, നീ ഉറപ്പിച്ചോ അവൾക്ക് നിന്നോട് ഒന്നുമില്ല എന്നുള്ളത്? നീ ആ അവിനാശിനെ അവിടെ നോക്കണ കാണണം, നത്ത് നോക്കണവരെ നോക്കാം. ഒന്ന് പോടാ, ഞാൻ അങ്ങനെ തന്നെ നോക്കല്. എന്റെ അതിന് ഞാൻ എന്ത് പ്രണയത്തോടു കൂടി നോക്കാറുന്നറിയോ? അത് പ്രണയത്തോടുള്ള നോട്ടായിരുന്നു പറഞ്ഞാൽ നന്നായിട്ടോ. ഒന്ന് നിർത്തുണ്ടോ? നമ്മളപ്പത്തെ പ്രശ്നം അവിനാശില്ലല്ലോ.
എടാ ഋഷി, നീ എന്താ ഒന്നും പറയാത്ത? നിനക്ക് ഒരു പ്രശ്നമില്ലേ? അപ്പൊ അഥവാ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ? എടാ, എനിക്ക് വിധിച്ചതാണെന്നുണ്ടെങ്കിൽ അവളെനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഓ, ഈ ഇൻവെർട്ടറിനോട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവൻ ചാർജിൽ എത്ര എമർജൻസി ആണ്, അതുകൊണ്ട് ആ കാര്യം വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങൾ രണ്ടാളും കേൾക്ക്. മിത്ര, ഹർഷു, നിങ്ങൾ രണ്ടുപേരും 4 കണ്ണുകൾ ഇനി ആ കുട്ടിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ബോയ് ഫ്രണ്ട് നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ നിന്നോട് നിന്റെ ആത്മവിശ്വാസം അത് നിനക്ക് ആപത്തുണ്ടാക്കാതിരിക്കട്ടെ. അഭി പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരു ആത്മവിശ്വാസം ഋഷിക്ക് ഉണ്ടായിരുന്നു. നയൻ അവനുള്ളതെന്നൊരു ഉറപ്പ് അത് അവൻ അത്രമേൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അവനക്കറിയില്ല. അവൻ ഒരിക്കൽ പോലും നയനോട് തന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല. തിരിച്ച് നയനെ അവന് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ അവനക്കൊരു ഉറപ്പുമില്ല. പിന്നും എന്തിന്റെ ഉറപ്പാണ് അല്ലെങ്കിൽ എന്തിന്റെ വിശ്വാസത്തിന് മേലാണ് അവൻ പറയുന്നത് നയന അവനുള്ളതാന്നുള്ളത്? പക്ഷെ അവന്റെ ആത്മവിശ്വാസം കാണുന്തോറും ഹർഷനും അഭിക്കും വല്ലാത്തൊരു പേടിയായിരുന്നു. ഒരിക്കൽ അവന്റെ ഈ ആത്മവിശ്വാസമൊക്കെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ അവൻ വല്ലാതെ വേദനിക്കേണ്ടി വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നയന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം അവർ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഹർഷിനായിരുന്നു ആ കാര്യം അവർ ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ ഹർഷ് നയനെ നോക്കി ആൾക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി. പിന്നെ ആ നോട്ടം പതുക്കെ പതുക്കെ ലച്ചുവിന്റെ കയ്യിന്ന് മാത്രം. എടാ അലവലാതി, നിന്നെ ഞാൻ ആരോ നോക്കാനാണ് ഏൽപ്പിച്ചത്? എടാ, ഇതും എന്റെ പ്ലാനിന്റെ ഭാഗമാണ്. ഐ മീൻ എന്റെ പ്ലാൻ ബി ആണത്. ഞാൻ ആ കുട്ടിനോട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചാലേ ആ കുട്ടി മുഖാന്തരം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. നല്ല ഐഡിയ. എടാ പൊന്നുമോനെ, മരുഭൂമിയിലൊക്കെ മണല് കയറ്റല്ലേ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. എടി ജാതു, എന്റെയും ആ കൊച്ചിന്റെ കാര്യത്തില് വല്ല യൂണിവേഴ്സൽ സിഗ്നലും ഉണ്ടോ? ഇല്ല, ഒരു സിഗ്നലും ഇല്ല. എടി ഒന്ന് നല്ലോണം നോക്കടി. ഒന്നും നോക്കാനില്ല, ഒരു സിഗ്നലും ഇല്ല. എടാ, ആ കൊച്ചിനെ കണ്ടാൽ തന്നെ അറിയാം അതിന് അത്യാവശ്യം നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. അതൊന്നും എന്തായാലും നിന്നെ നോക്കൂല. സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങളെ 2 കൂട്ടരെ ഇങ്ങോട്ട് വിളിച്ചത് എന്താണെന്ന് അറിയാലോ? കഴിഞ്ഞ സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു. നിങ്ങളെ ബയോമെഡിക്കലും ബയോടെക്കാണ് ഏറ്റവും മോശം മാർക്ക് വാങ്ങിയിട്ടുള്ളത്. സത്യം പറയാലോ, എൻ്റെ ഈ പ്രിൻസിപ്പൽ കരിയറിൽ ഇതുപോലത്തെ ഒരു ഫ്ലോപ്പ് ബാച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതന്നെയല്ല അവർ നേരത്തെ ഒന്ന് ബാച്ചിനോട് പറഞ്ഞത്. അമ്മച്ചി ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചതാ, എല്ലാ ബാച്ചിനോട് തന്നെ പറയുന്നത്. പിന്നെ നിങ്ങളെ പോലെ വിളിച്ചു വെച്ചത് എന്തിനാണെന്ന് അറിയാലോ? അപമാനിക്കാൻ അല്ല, വന്നപ്പോൾ തൊട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സെമസ്റ്റർ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ 2 കൂട്ടരുടെയും റിസൾട്ട് ഇങ്ങനെ ആവരുത്, മനസ്സിലായല്ലോ? ലിതിൻ, വിവേക് ഇവരെ ഇൻചാർജാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, ഇനിയിപ്പോ എക്സ്ട്രാ ടൈമൊക്കെ പഠിക്കണ്ട, എന്നെ കൊണ്ട് വയ്യ. എന്തായാലും നിങ്ങളുടെ അവിടെ നിൽക്കുക, ഞാൻ പോയി ബുക്ക് എടുത്തിട്ട് വരാം. എന്താടാ മോനെ മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ? ഏയ് ഒന്നുമില്ല. എടാ, ഞാൻ ആ നയന്റെ കൂടെ ആ കുട്ടിനെ പരിചയപ്പെട്ട്, പേര് ലാവണ്യ എന്ന പേര്. ലിതിൻ സാറിന്റെ സിസ്റ്ററാ. ആ, അതെനിക്ക് ആ കുട്ടിനെ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. ലിതിൻ സാറിന്റെ കട്ട കുട്ടിക്ക് ഉണ്ടല്ലോ. എടാ ഋഷി, ഈ ബുക്ക് ആ റോളുണ്ടാവും, നീ അത് പോയി എടുത്തിട്ട് വാ. എന്റെ പൊന്ന ഹാർട്ട്, നീ എന്തിനാ അങ്ങനെ കിടന്ന് മിടിക്കുന്നത്? നിനക്കെന്താ നല്ലത്? എന്താണ് ആൾക്കാരെ, നയന്റെ അടുത്തെത്തുമ്പോൾ അപ്പം തുടങ്ങും ഋഷിന്റെ ഹാർട്ട് കിടന്ന് പഞ്ചാരിമാളം അടിക്കാൻ. അവനൊരു തരത്തിലാണ് നടക്കി നിർത്തിയപ്പോഴായിരുന്നു നയൻ അവിടുത്തെ ഷെൽഫിലേക്ക് നിന്ന് ബുക്ക് എടുക്കാൻ വേണ്ടി വന്നത്. എടാ ഋഷി, നീ എന്താണ് ശില കണക്കെ നിൽക്കുന്നത്? ഒന്നുമില്ല, നീ എന്താ നിലത്തിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എടാ നീ ഓക്കെ അല്ലേ? എന്റെ ബുക്ക് ഇവിടെ. ഏത് ബുക്ക്? എടാ ബുക്ക് എടുക്കാനല്ല നിന്നോട് പറഞ്ഞത്. ആ ബുക്ക് ഈ ഷെൽഫിലില്ല. ഇതല്ലേ ബുക്ക്? എന്താണ് നിനക്ക് കണ്ണു കാണാതായോ?
അതന്നെ ഞാൻ പറയാൻ വന്നത്. ആ റോള ബുക്ക് ഉണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. കിളികൾ പറന്നതോ തലകൾ തിരിഞ്ഞതോ. മിക്കവാറും അതന്നെ നടന്നതെന്ന് തോന്നുന്നു. ഇത് ഋഷിനെ ഇവിടെ എവിടെ കാണാനില്ലല്ലോ. ഇഷ്ടം പറയാന്ന് വെച്ചപ്പോ ചക്ക മുങ്ങിയാ തോന്നുന്നത്. ഏത് എക്സാം ഒക്കെ അല്ലേ, അവർ അതിന്റെ ഓരോ തിരക്കിലായിരിക്കും. ചെലപ്പോ അതൊക്കെ തന്നെ ആയിരിക്കും. എടി ഗായു, നിന്റെ അമ്മല്ല വരുന്നത്? അമ്മനെ പായ കൂടെ കെട്ടിയെടുത്തത് മോളെ ഗായു. അമ്മക്ക് എന്താ ഈ കോളേജ് കാര്യം? അതെന്താ എനിക്ക് ഈ കോളേജിലേക്ക് വരാൻ നിന്റെ പ്രത്യേക പെർമിഷൻ വേണോ? അല്ല, ഞാൻ ചോദിക്കായിരുന്നു എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. ഓ അതോ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ ഏതായാലും നിന്നെയും കൂടി കണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ചു. ഹായ് ആന്റി. അയ്യോ, എന്താ കാട്ടുപൂച്ച വന്നിருக்கு. ആ മോനെ ലിതിനെ, നീ ഇവിടെ അല്ലേ പഠിപ്പിക്കുന്നത്? നിന്റെ അമ്മനെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നിനക്ക് കോളേജിൽ പ്രൊഫസറായിട്ട് കിട്ടിയെന്നുള്ളത്. ആന്റി, ഞാൻ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്. അത് മാത്രല്ല, ഞാൻ ഗായത്രിന്റെ ക്ലാസ്സാറാണ്. ആണോ? എന്നാ ഏതായാലും മോനോട് ചോദിക്കാലോ. ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക്. ഇവൾ ക്ലാസ്സിൽ എങ്ങനെയാ? ആന്റി ചോദിച്ചോന്ന് ഞാൻ പറയാം, ഒന്നും തോന്നരുത്. ഒന്നാണെങ്കിൽ ഒലക്കോണ്ടടിക്കുന്ന ഒരു ചൊല്ലുണ്ട്, ഇവളെ കാര്യത്തിൽ അത് വളരെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ലച്ചുണ്ടാവുന്ന ഇങ്ങനെ ഒറ്റക്കല്ലായിരുന്നു, എന്നാലും ഇങ്ങനെ വീട്ടിൽ വലക്കൊണ്ടടിച്ചിട്ടുണ്ടായിരുന്നു. ഗായു, ഇങ്ങനെ തന്നെ മോനെ, ഇതിന്റെ വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. എന്ത് ചെയ്യാനോ? ഒന്നല്ലേ വെച്ച് പുന്നാരിച്ച് വളർത്തിയതാ. താഴത്ത് വെച്ച ഉറുമ്പൊരിക്ക് തലേ വെച്ച പേനൊരുക്കി വെച്ച് കൊണ്ടു നടന്നവളെ. അപ്പൊ കൊതു പിടിക്കാണ്ടിരിക്കാനോ? അല്ല, ഈ എല്ലാ അമ്മമാരും പറയുന്ന കേൾക്കാൻ താഴത്ത് വെച്ച ഉറുമ്പരിക്കും തലേ വെച്ച പേനരിക്കും വെച്ച് കൊണ്ടു നടന്നതാണ്. പക്ഷെ കൊതു പിടിക്കാതിരിക്കാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ നിങ്ങളുടെ ആൻസർ ഇല്ലേ? ഇതും കൂടി കേട്ടപ്പോൾ ഇതിന് ഒരു കാര്യം ഉറപ്പായി. അതിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത്. അതിന്റെ തലക്കൊക്കെ താഴെ ഒറ്റ സ്ക്രൂ ഉള്ളൂ. അതന്നെ എപ്പോൾ ഇളകി വെക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താ ചെയ്യാനാ, ഇവരെല്ലാം ഒരു കുറ്റമല്ലല്ലോ. അങ്ങനെ എക്സാമുകളെല്ലാം കടന്നുപോയി. അവരുടെ സെക്കൻഡ് ഇയറും കഴിഞ്ഞു. ആ ഒരു വർഷവും നയന് ഋഷിനോട് തന്റെ പ്രണയം പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഋഷി തന്റെ പ്രണയം നയനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. നയന്റെ വൺ സൈഡ് ലവ് ആണ് ഋഷി എന്നുണ്ടെങ്കിൽ ഋഷിന്റെ സൈലന്റ് ലവ് ആയിരുന്നു നയൻ. എന്തായാലും അവരിപ്പോ തേർഡ് ഇയറിലേക്ക് എത്തി. ഋഷി, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, എന്താണ് നിന്റെ ഉദ്ദേശം? എന്ത് ഉദ്ദേശം? എടാ, ഇവിടെ തേർഡ് ഇയർ ആയി. 10ാം ക്ലാസ് തൊട്ട് നീ ആ കൊച്ചിനെ നിന്റെ മനസ്സിലോട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എടാ, എന്നിട്ട് ഇതുവരെ നിനക്ക് അവളോട് നിന്റെ ഇഷ്ടം പറയാൻ പറ്റുന്നില്ല? എടാ, അങ്ങനെയല്ലടാ. എടാ, ഞാൻ അവളോട് ഇപ്പം പറയുന്ന നേരം കൊണ്ടേ നാളെ ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് അവളുടെ അമ്മനോട് പോയി ചോദിച്ചാൽ പോരെ. അവൾ അമ്മനോട് ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾ അച്ഛൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തിന് അവൾ അമ്മനെ നീ കെട്ടാൻ? എടാ പട്ടി, അവൾ അമ്മനെ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവളെ കിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ എവിടുന്ന് വരുന്നേ? അങ്ങനെ അത് എടാ, എന്നാലും അവളെ ഇഷ്ടം ആദ്യം അറിയണ്ടടാ. എടാ, നിങ്ങൾ രണ്ടാളും അവനെങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാതെ. അവൻക്ക് അവൻ്റെതായിട്ടുള്ള എന്തെങ്കിലും റീസൺ കാണും, അതായിരിക്കും അവൻ പറയാത്തത്. എടി, ആ റീസൺ എന്താണെന്നല്ലേ ഞങ്ങളും അവനോട് ചോദിക്കണത്. എൻ്റെ റീസണുകൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ. നിങ്ങൾക്കറിയാലോ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ അമ്മയും പിന്നെ അച്ഛനുണ്ടാക്കി വെച്ച കുറച്ച് കടങ്ങളും മാത്രമേ ഉള്ളൂ. കുറേ കടമ്പകളുണ്ടടാ കടക്കാൻ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം തുറന്ന് പറഞ്ഞ് ഇപ്പം എൻ്റെ കഷ്ടപ്പാടിലൊക്കെ അവളെ വെറുതെ വലിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു. എനിക്കിപ്പം പഠിക്കണം, പഠിച്ച് നല്ലൊരു ജോലി നേടണം. എന്നിട്ട് സ്വന്തം കാലം നിൽക്കാനാകുമ്പോൾ അവളെ പാരൻസിനോട് തന്നെ ഞാൻ പോയി ചോദിച്ചുകൊണ്ട് അവളെനിക്ക് തരുമെന്നുള്ളത്. അപ്പോഴത്തേക്ക് ചിലപ്പോൾ അവൾ മറ്റൊരുത്തനതായിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവില്ല. അവളെനിക്കുള്ളതാണ്. ഋഷിന്റെ ഈ ഒരു ഉറപ്പ്, അതാണ് അവർക്ക് 3 പേർക്കും ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യം. എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ എന്തിന്റെ പുറത്താണ് അവനെ പറയുന്നതെന്ന് അവർക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഋഷിന്റെ ആത്മവിശ്വാസം ഉറപ്പും കാണുന്തോറും അവരുള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുവശമായിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഋഷി അന്ന് ഒരുപാട് വേദനിക്കുന്നുള്ളത്. സത്യം പറയട്ടെ, ആ ചെറുക്കനെ എനിക്ക് ചില സമയത്ത് തീരെ പിടുത്തം കിട്ടുന്നില്ല. അവനിത് എന്തുറപ്പിൻ്റെ പുറത്തേ നിൽക്കുന്നെന്നുള്ളത് അതെനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിയെങ്ങാനും നാളെ വേറെ വല്ല കല്യാണവും കഴിച്ചു പോയി കഴിഞ്ഞാൽ ഇവന് വല്ല മെൻ്റലും അവരായിരിക്കും. അത്രമേൽ അവൻ വിശ്വസിക്കുന്നുണ്ട് ആ കുട്ടി അവനുള്ളതാണ്. അതെന്തിൻ്റെ ബലത്തിലാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? വല്ല യൂണിവേഴ്സൽ സിഗ്നലുമാണോ ജാതു? അതൊന്നും അല്ലടാ. നോക്ക്, നമ്മളിവിടെ നിന്ന് വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. ഹർഷ്, നിനക്ക് മറ്റേ ആ കുട്ടി നടന്നൂടെ, ലിതിൻ സാറിൻ്റെ സിസ്റ്ററിനെ? ആ കുട്ടി നയൻ്റെ ഫ്രണ്ടല്ലേ? നീ അവളോട് പോയിട്ട് സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ? എടാ, അത് പിന്നെ നീയേ ആ കുട്ടീനോട് പോയിട്ട് ഒന്ന് തഞ്ചത്തിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നയന് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ നമുക്കറിയാം. ഇനി ഇല്ല എന്നാണെന്നുണ്ടെങ്കിലേ ഋഷിൻ്റെ സൈഡ് നീ ഒന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുക. ഐ മീൻ, ഋഷിക്ക് നയനോട് താല്പര്യം ഉണ്ടെന്നുള്ളത്. ഇനി ആ കുട്ടിക്കും തിരിച്ച് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നാണെങ്കിലേ നമുക്ക് ആ കുട്ടീനോട് ചോദിക്കാലോ ഋഷിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ എന്നുള്ളത്. എടാ ഹർഷ്, മിത്തു പറഞ്ഞാലും കാര്യമുണ്ട്.
നീയേ ആ കുട്ടിനോട് പോയിട്ട് സംസാരിക്കേ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഐഡിയ കൂടെ നിന്റെ കാര്യം കൂടി പറയാലോ. അത് ശരിയാണ്, ഞാൻ പോയി ചോദിച്ചു നോക്കട്ടെ. ലാവണ്യന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കായിരുന്നു ഹർഷു. ലാവണ്യനെ കണ്ടതും അവൻ അപ്പം തന്നെ അവളെ അടുത്തേക്കായിട്ട് പോയിട്ട് കാര്യം പറയാൻ ശ്രമിച്ചു. പക്ഷേ അപ്പം ലച്ചു എങ്ങനെ അവനോട് റിയാക്ട് ചെയ്തെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അതോടുകൂടി പിന്നെ അവൻ പറയാൻ വന്ന കാര്യം പറഞ്ഞതുമില്ല. എടാ എന്താടാ നീ പറഞ്ഞോ? ഇല്ല, ആ കുട്ടി എന്തോ നല്ല മൂഡിലാണെന്ന് തോന്നുന്നത്. അവള് ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിച്ചത്. ആണോ? അതെന്തോ പറ്റി? ആർക്കറിയാം. എനിക്ക് തോന്നുന്നതേ ഇവന്റെ പരിങ്ങലൊക്കെ കണ്ടപ്പോഴേ അവള് വിചാരിച്ചിട്ടുണ്ടോ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാന്നുള്ളത്. എന്തായാലും ഇതിന് ഒരു കാര്യം മനസ്സിലായി ഹർഷ്, നീ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവള് തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. ഒന്ന് പോട പട്ടി. എടാ കുട്ടോ, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ സത്യം പറഞ്ഞത്. സത്യത്തിന്റെ മുഖം ചില സമയത്ത് വികൃതമായിരിക്കും. ഇന്നൊരു അക്ഷരം കൊണ്ട് നിന്റെ മുഖം ഞാൻ വികൃതാക്കിക്കോളും. സ്റ്റുഡൻസ്, അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞ നിങ്ങളും കേട്ടതാണല്ലോ, ആർട്സ് ഡേ ആണ് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരായിട്ട് ഏതൊക്കെ പ്രോഗ്രാമിന് പേര് തന്നെ. സാർ, ഋഷി പാട്ടിന്. അയ്യോ ഞാനില്ല. ഋഷി എന്തായാലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തേ പറ്റൂ. അതിപ്പോ പാട്ടാണെങ്കിൽ അതായിക്കോട്ടെ. സാർ, ഞാനിപ്പോ പാട്ടൊക്കെ പാടിയിട്ട് കുറെ ആയിന്നല്ലേ ഉള്ളൂ. അത് പാട്ട് പാടാൻ അറിയാത്ത ആളൊന്നല്ലല്ലോ. അപ്പൊ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ ശരിയായിക്കോളും. അപ്പൊ ഋഷിന്റെ പേര് കൊടുക്കാണേ. എടാ, നിന്നോട് ആരാ എന്റെ പേര് കൊടുക്കാൻ പറഞ്ഞത്? അതിനിപ്പോ എന്താ കൊടുത്താൽ? സാറ് പറഞ്ഞാൽ കേട്ടില്ലേ, എന്തായാലും എന്തെങ്കിലും പ്രോഗ്രാമിൽ നിൽക്കണം. അപ്പൊ നിനക്ക് അറിയുന്ന കാര്യത്തിലാണ് നിന്റെ പേര് കൊടുത്തത്. പക്ഷേ നീ ടെൻഷൻ ആവാനൊന്നുമില്ല. ആർട്സ് ഡേക്ക് ഇനിയും ദിവസമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാം മര്യാദയ്ക്ക് നടക്കും. നീ ഇപ്പോഴേ ഒരു പാട്ട് പഠിക്കും. ഞങ്ങളും എത്ര നിന്റെ പാട്ടൊക്കെ കേട്ടിട്ട്. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു. ഹോ, മുകിൽ കിനാവിൽ നിന്നും ഇവളെ മണ്ണിലിറങ്ങിയെത്തു മിന്നൽ, മഴത്തേറേറി വരും മിന്നൽ. വാവ് ഋഷി, അടിപൊളിയായി നീ പാടിയിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിച്ച് പാടുമ്പോ പാട്ടിന് ഭംഗി കൂടും. ഹർഷ അവിടെ ഉദ്ദേശിച്ചിരുന്നത് നയനായിരുന്നു. അവനറിയാം ഋഷി ആ പാട്ട് നയനെ ഉദ്ദേശിച്ച് തന്നെ പാടിയെന്നുള്ളത്. പക്ഷെ അത് കേട്ട നയനും ഫ്രണ്ട്സും കരുതിയിരുന്നത് അത് മിത്ര എന്നായിരുന്നു. ഇതിനേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതിനാണ് എങ്ങനെ മനസ്സിലായത് എനിക്ക് ഋഷിനെ ഇഷ്ടമായിരുന്നു എന്നുള്ളത്? അത് നീ അവനെ നോക്കുന്ന നോട്ടം തന്നെ പോരെ നയൻ. ഒരുമാതിരി പൂച്ച മീൻ മാർക്കറ്റിന് മുന്നിൽ നിൽക്കുന്നവര്. എന്തൊരു അലപ്പടി. ഒരു പതിയെ ഒന്ന് മയത്തിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഓ ഇതിനേട്ടാ, പൂച്ചയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാട്ടോ. ഇതിനേട്ടാ, എന്നിട്ട് എന്തായിരിക്കും ഋഷിക്ക് എന്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റാതായി പോയത്? അതല്ലെങ്കിൽ അങ്ങനെ നയൻ, നമുക്കൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലല്ലോ അയാൾ ഒഴിച്ച് ബാക്കി ആ പഞ്ചായത്തിലെ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് അയാൾ ഇഷ്ടമാണെന്നത്. ഓ, അപ്പൊ ലിതിനേട്ടന് ഗായത്രിനോട് ഇഷ്ടം നിങ്ങളുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും അറിയാം? നീ കുറച്ചു നേരം തുടങ്ങിയിട്ട്. അല്ല ലിതിനേട്ടാ, അത് പറ, നിങ്ങളെന്താ ഗായത്രിനോട് നിങ്ങളെ ഇഷ്ടം അറിയിക്കാത്തത്? ഓ അതോ, ഞാൻ അവളെ കാണുന്ന സമയത്ത് അവളൊന്ന് 9ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊച്ചു കുട്ടിയല്ലേ, ഒരു പക്വതൊക്കെ വരട്ടെ എന്നിട്ട് എന്റെ ഇഷ്ടം അറിയിക്കാന്ന്. പക്ഷെ ഇപ്പൊ അവളെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവക്ക് പക്വതയും വരുന്ന നോക്കി നിന്ന എന്റെ മൂക്ക് പല്ലു വരുന്നുള്ളത്. മോനെ ഋഷി, നീ സൂക്ഷിച്ചോ. മണ്ണും ചായ നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന അവസ്ഥ ആയിരിക്കും നിനക്ക് മിക്കവാറും ഉണ്ടാവുക. ആ ലിതിൻ സാർ മിക്കവാറും അവളെയും കൊണ്ടുപോകലായിരിക്കും. അങ്ങനൊന്നും ഉണ്ടാവില്ല. ലിതിൻ സാറിന് ഇഷ്ടം ഗായത്രിനോ? അതൊന്നും നിനക്കങ്ങനെ അറിയാം? എന്റെ ഒബ്സർവേഷൻ സ്കില്ല്. അയ്യോ, വായിനോട്ടം അത്ര മതി ഒരു ഒബ്സർവേഷൻ സ്കില്ല്. എടാ, എന്റെ ഭാവി അളിയനല്ലടാ. അപ്പൊ അങ്ങനെ കുറിച്ച് ഞാനും അറിയണ്ടേ? ആ പെണ്ണിന്റെ കയ്യിൽ നല്ല ആട്ടുസൂപ്പ് കിട്ടിയത് നിനക്ക് പോരെ? അവന്റെ ഒരു ഭാവി അളിയൻ. ഒന്ന് നിർത്തുണ്ടോ രണ്ടാളും? ഋഷി, നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നയൻ അവള് നിനക്കുള്ളത് തന്നെ. വന്നടാ, യൂണിവേഴ്സൽ സിഗ്നൽ വീണ്ടും വന്ന്. ഈ ജാതുവിനെ കൊണ്ടുണ്ടല്ലോ. അതെ, രണ്ടാളും എന്നെപ്പം വേണമെങ്കിൽ കളിക്കോ, എത്ര വെച്ചാൽ കളിക്കോ. പക്ഷെ കാലം തെളിയിക്കും ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത്. അന്ന് നിനക്കൊക്കെ കളയാൻ തരണ്ട്. കാലം തെളിയിക്കില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇനി ഇവിടെ നിന്നാലേ എന്റെ കാലൻ മാഷി എന്നെ മിക്കവാറും കൊല്ലവരിക്കും. ബെല്ലടിക്കണേ ഞാൻ പോണു. എടി അങ്ങോട്ട് നോക്കടി, അങ്ങോട്ട് നോക്ക്. ഓ വലവലാതി, എന്താ അവളുടെ ചിരി. ആ പെണ്ണില്ലായിരുന്നെങ്കിലേ ഇന്നിപ്പോ ഋഷി നയനും ഒന്നായനെ. നയന്റെ ഫ്രണ്ട്സിന് മിത്രനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നയന്റെയും ഋഷിന്റെ ഇടയിലേക്ക് വന്ന ഒരാളായിരുന്നു മിത്ര.
എന്നാൽ സത്യത്തിൽ അതല്ലായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾ മിത്ര ആയിരുന്നു. നയൻ ഓരോ തവണ ഋഷിനെയും മിത്രനെയും കാണുന്ന സമയത്തെല്ലാം മിത്ര അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം നയനെക്കുറിച്ച് മാത്രമായിരുന്നു. ഋഷിക്ക് എത്രമാത്രം നയനെ ഇഷ്ടമെന്നുള്ളത് മറ്റ് രണ്ടാളെക്കാളും നന്നായിട്ട് മിത്രക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ആ റിലേഷന് അത്രമാത്രം സപ്പോർട്ട് കൊടുത്തിരുന്നതും. ചില ആൾക്കാരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എപ്പോഴും ശരിയാവണമെന്നില്ലല്ലേ. ചിലർ നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും അവർ ഭയങ്കര റൂഡാണ്, റഫാണ്, ഭയങ്കര മോശമാണെന്നൊക്കെ. പക്ഷെ അവർ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പേഴ്സൺ ചിലപ്പോൾ അവരായിരിക്കും എന്നുള്ളതും. മിത്രൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. നയന് അന്നറിയില്ലായിരുന്നു അവളെ ഭാഗത്തുള്ള ശരി. പക്ഷെ ഇന്നീ കഥകളൊക്കെ കേൾക്കുമ്പോൾ നയന് മനസ്സിലാവുന്നുണ്ടായിരുന്നു മിത്ര ഒരിക്കലും അവക്കും ഋഷിക്കും ഇടയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. മറിച്ച് അവരെ ഒരുമിപ്പിക്കാൻ മാത്രം അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളേനു. നയൻ, നിനക്ക് എന്നെ പറ്റി ഋഷിനെ പറ്റി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നീ ഇപ്പോൾ പറയുന്നത് വരെ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് അന്നേ തിരുത്തിയേനെ. നയൻ, പിന്നെ അവന് നിന്നോട് ഇഷ്ടം പറയാതിരിക്കാൻ അവൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നീ വിചാരിക്കുന്ന മാതിരിയല്ലായിരുന്നു അവൻ നിന്നെപ്പറ്റി എപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നു. നിനക്ക് പ്രപ്പോസൽസ് എല്ലാം നോക്കി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ തന്നെ അവൻ നിൻ്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചോദിച്ചതായിരുന്നു. അവന് ജോലിയെല്ലാം ശരിയായപ്പോൾ തന്നെ അവൻ്റെ അമ്മനെയും കൂട്ടി നിൻ്റെ വീട്ടിലേക്ക് വന്നതുമായിരുന്നു. അന്ന് നീ നാട്ടിലില്ലായിരുന്നു. പക്ഷെ നീ ആ പ്രപ്പോസലിന് അപ്പോൾ നോ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടും പലവട്ടവും അവൻ്റെ പ്രപ്പോസൽ വന്നിട്ടപ്പോഴും നീ നോ ആയിരുന്നു പറഞ്ഞിരുന്നത്. അവസാനം നീ ഈ ബന്ധത്തിന് യെസ് പറഞ്ഞപ്പോഴും നിൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു. അതുവരെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഋഷിൻ്റെയിൽ ഞങ്ങൾ കണ്ട കോൺഫിഡൻസ്, ആ ഉറപ്പ് അവനിപ്പോൾ ഇല്ലാതായി മാറുന്നുണ്ടായിരുന്നു. നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഓരോ അവഗണനയായിരുന്നു അതിൻ്റെ കാരണം. അതിൻ്റെ കാരണം ഋഷി തന്നെ ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, നീ ഇപ്പോൾ വന്ന് പറയുന്നത് വരെ. നീ കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിനെങ്കിലും വരുമെന്ന് വിചാരിച്ചു. അപ്പോഴെങ്കിലും നിന്നോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴും നീ വന്നില്ല. അതുകൊണ്ടാണ് നിൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ഞങ്ങൾ നിന്നെ കോൺടാക്ട് ചെയ്തത്. പിന്നെ ഇപ്പം അവനില്ലാതെ ഇങ്ങോട്ട് വന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് നിന്നോട് അവനെപ്പറ്റി പറയണമെന്നുണ്ടായിരുന്നു, അവൻ്റെ സൈഡ് നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നീ നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളാകെ ഷോക്കായി പോയത്. പിന്നെ നയൻ, എന്തായാലും ഇപ്പോൾ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ. നിനക്ക് അവൻ്റെ സൈഡ് മനസ്സിലാവുകയും ചെയ്തു. അപ്പം ഇനിയിപ്പോൾ ലീവ് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവൂലായിരിക്കുമല്ലേ? അങ്ങനെ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇരുവരും തങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ഋഷിയും നയനും ഒന്നായിരിക്കുന്നു. അവരുടെ വൺ സൈഡ് ലവ് അത് സക്സസ് ആയിട്ടാണ്. അവരുടെ ലവ് സ്റ്റോറിക്ക് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായി. ഇന്നത്തേക്ക് അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഈ ഒരാഴ്ചയിനിടക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നയന്റെ കല്യാണത്തിന് വന്ന സമയത്തായിരുന്നു ഹർഷും ലച്ചും വീണ്ടും കണ്ടുമുട്ടിയിരുന്നത്. നയൻ വഴി ലച്ചുവിന് അറിയായിരുന്നു ഹർഷുന് തന്നോടുള്ള ഇഷ്ടം. ഒരിക്കൽ വൺ സൈഡ് ലവിന്റെ പെയിൻ അവൾ കണ്ടതാണ് നയനിലൂടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹർഷന്റെ ഇഷ്ടം അവൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തത്. രണ്ടുപേരുടെ എൻഗേജ്മെന്റ് ചെറുതായിട്ടൊന്ന് നടത്തി വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഒഫീഷ്യലി ഇപ്പൊ എല്ലാവരും കപ്പിൾസ് ആണ്. ഇന്ന് എല്ലാവരും നയന്റെ വീട്ടിൽ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം കൊണ്ടുണ്ടായിരുന്നു. നയന്റെ കളിക്കൂട്ടുകാരൻ, ബാല്യകാല സുഹൃത്ത്, ഉറ്റത്തോഴൻ, അങ്ങനെ പല പേരുമിട്ട് അവൾ വിളിക്കുന്ന അവളുടെ സോൾമേറ്റ്, അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ രോഹിത്. അവൻ നാളെ UK തിരിച്ചു പോവുകയാണ്. നയനും രോഹിത്തും കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ചായിരുന്നു, +2 വരെ. പിന്നീട് അവൻ UK അവൾ കോളേജിലേക്ക് നാട്ടിൽ നിന്ന് പോരുകയും ചെയ്തു. ഇപ്പൊ ഇതാ വർഷങ്ങൾക്ക് ശേഷം ആള് വീണ്ടും നാട്ടിലേക്ക് വന്നത് നയന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. നാളെ തിരിച്ച് UK തന്നെ പോവുകയാണ്. ആ പോക്കിനൊരു പ്രത്യേകതയും കൊണ്ട് ഇനി ചിലപ്പോഴേ തിരിച്ചു വരുത്തുണ്ടാവുള്ളൂ. ആൾ അവിടെ സെറ്റിൽ ആയിട്ടുണ്ട്, നല്ലൊരു കമ്പനിയിൽ ജോലിയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നയന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയത്. പക്ഷെ പ്രധാന പ്രശ്നം അതൊന്നുമല്ലായിരുന്നു. രോഹിത്തിനെ കണ്ടപ്പോൾ തൊട്ട് ഗായത്രിക്ക് വല്ലാത്തൊരു കുറ്റബോധം. രോഹിത്തിനെ കുറച്ച് മുന്നേ കണ്ടിരുന്നെങ്കിൽ അന്ത കാട്ടുപൂച്ചയെ വേണ്ടാന്ന് വെക്കാം എന്നായിരുന്നു അവളുടെ നിലപാട്. എന്നാലും നയൻ, നീ പറഞ്ഞപ്പോ ഇവനെ നേരിട്ട് കാണാൻ എത്ര ലുക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കുറച്ചു മുന്നേ ഞാൻ രോഹിത്തിനെ കണ്ടിരുന്നെങ്കിൽ അന്ത കാട്ടുപൂച്ചയെ ഞാൻ വേണ്ടാന്ന് വെക്കായിരുന്നു. ഗായു, സോറി, നിന്റെ ഏട്ടനായിരുന്നല്ലോ.
അതല്ലടി നീ പറഞ്ഞത് വളരെ ശരിയായിരുന്നു എന്നുള്ളത്. ഹർഷിന്റെ ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം റോഹിത്തിനെ കണ്ടത്. ഓ സത്യം, ഇവനെ ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ വിവേറിനെ ഞാനും വേണ്ടാന്ന് വെക്കുന്നു. എന്നാ ലുക്കടി. വെക്കും വെക്കും വെക്കും, മിക്കവാറും വേണ്ടാന്ന് വെക്കും. പക്ഷേ അവന്മാർ നിങ്ങളായിരിക്കുന്നു മാത്രം. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമാ കഥ പറയായിരുന്നു. അതെ അതെ, വാക്കുകൾ തകർത്ത ജീവിതം. അത് മിക്കവാറും അവിടെ നടക്കുമെന്നാണ് തോന്നുന്നത്. ഈ ചെറുക്കൻ നമുക്കൊരു പാരയാവും. ശരി, അവനെ പെട്ടെന്ന് ന്യൂക്കല് കയറ്റി വിടണം. എന്താ അവിടെ ഒരു ചർച്ച? ഒന്നുമില്ല, അവരെ നിന്റെ ലുക്കിനെ കുറിച്ച് പറയായിരുന്നു. കുറച്ച് നേരത്തെ കണ്ടിരുന്നെങ്കിലേ അവർക്ക് ആർക്കെങ്കിലും നിന്നെ നോക്കായിരുന്നു. അയ്യോ, എന്റെ ലുക്കിനെ പറ്റി പറഞ്ഞതിന് താങ്ക്സ്. പിന്നെ നോക്കുന്ന കാര്യം, സോറി പെങ്ങന്മാരെ, എന്റെ മനസ്സിൽ ഓൾറെഡി ഒരാളുണ്ട്. അയാളെ സ്ഥാനം ഇനി വേറൊരു കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഒരുപാടുണ്ടല്ലോ. എന്റെ ഈ ഫേസ് ആൻഡ് ഈ ബോഡി. രോഹിത് പെട്ടെന്ന് തന്നെ അവരായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആളൊരു രസികനാ. എപ്പോ നോക്കിയാലും ചിരിച്ചും കൊണ്ട് തമാശയും പറഞ്ഞ് നടക്കലാണ് ആളുടെ മെയിൻ ഹോബി. റോഹി, നീ ഇനി പോയാ ശരിക്കും നീ തിരിച്ചു വരൂലേ? അങ്ങനെ തീരെ തിരിച്ചു വരില്ലാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അവിടെ നല്ലൊരു കമ്പനി ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ PR-ഉം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സെറ്റിലായ സ്ഥിതിക്ക് എപ്പോഴെപ്പോഴും നാട്ടിലേക്ക് വരില്ലാന്നുള്ളൂ. ലീവൊക്കെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വരുന്നുണ്ട്. എന്നാലേ നീ പോണേ മുന്നേക്ക് പാട്ട് പഠിത്തന്നേ. എത്രയോ നിന്റെ പാട്ട് കേട്ടിട്ട്. ഇനി എപ്പോഴാ കേൾക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. എന്റെ പൊന്നിനായ നീ ഇങ്ങനെ സെന്റ് അടിക്കാതെ. അല്ല, അവള് പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടുന്നത് ചില്ലാക്ക്. എന്നാ സോടപ്പ പഠിക്കും. സോടപ്പേ? അതാര്? പടയപ്പല്ല അനിയൻ. ഒരു കാട്ടുപൂച്ചക്കൊന്നും അറിയില്ലല്ലോ. അത് കാര്യക്കണ്ട, ആടിപ്പോ നോക്കൂല, താൻ പാടിക്കും. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. രോഹിത്തെ, ഇവരൊക്കെ പറഞ്ഞപ്പോ നീ ഇത്ര നന്നായി പാടുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ടോ. താങ്ക് യു. എന്തൊരു ഫീലാണ് എന്റെ പാട്ടിന്. അപ്പൊ ഗൈസ്, നിങ്ങളെ പരിപാടിയൊക്കെ നടക്കട്ടെ. ഞാൻ പോവാണ്. എനിക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. ഇനി അച്ഛമ്മേൻ്റെ അടുത്ത് പോകണം. അവിടെ നിന്നാണ് യാത്ര പോകുന്നത്. അപ്പൊ എല്ലാവരും പോട്ടെ. നയൻ പോട്ടെ. രോഹിത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു തന്റെ കാറിലേക്ക് കയറി. കാറിന്റെ ഫ്രണ്ട് മിററിൽ കൂടെ അവൻ നയനെ നോക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ഒരുപാട് സന്തോഷവതിയാണ്. അവളുടെ സന്തോഷം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം രോഹിത്തിനും ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാ ലവ് സ്റ്റോറിക്കും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടോ? എല്ലാ വൺ സൈഡ് ലവും സക്സസ് ആവണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ചിലരുടെയൊക്കെ നേട്ടങ്ങൾ മറ്റു പലരുടെയും നഷ്ടങ്ങളായിരിക്കും. നയൻ ഋഷിന്റെ നേട്ടമായിരുന്നെങ്കിൽ, അവൻ നേടിയതാണെങ്കിൽ, നയൻ രോഹിത്തിന്റെ നഷ്ടമായിരുന്നു. അവന്റെ നഷ്ടപ്രണയമായിരുന്നു. കുട്ടിക്കാലം തൊട്ട് മനസ്സിൽ കൊണ്ടു നടന്നവൾ. അതിൽ തന്നെക്കാളേറെ അവൻ സ്നേഹിച്ചവൾ. പക്ഷേ തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതിന് മുമ്പേ അവളുടെ ഹൃദയത്തിൽ മറ്റൊരുവൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമാക്കുന്നത് മാത്രമല്ലല്ലോ, വിട്ടുകൊടുക്കുന്നത് പ്രണയം തന്നെയാണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സങ്കടം ഉള്ളിൽ ഒതുക്കുന്നതും. രോഹിത് ചെയ്തതും അത് തന്നെയായിരുന്നു. നയന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ അവന്റെ സങ്കടം അവന്റെ ഉള്ളിൽ ഒതുക്കി പുഞ്ചിരിയുടെ മുഖംമൂടി എടുത്തണിഞ്ഞു. നയൻ, നീ എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു, കളിത്തോഴി, ബാല്യകാല സഖി. അങ്ങനെ എന്ത് പേരിട്ട് നിന്നെ വിളിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. നിന്നെക്കുറിച്ച് എല്ലാം എനിക്കറിയായിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം എനിക്കറിയായിരുന്നു. നമ്മൾ പരസ്പരം എല്ലാം പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും നിന്നോടുള്ള എൻ്റെ ഇഷ്ടം അതെനിക്ക് ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. ആ ഇഷ്ടം ഞാൻ തുറന്നു പറയുന്നതിന് മുൻപായിട്ട് തന്നെ നിന്റെ ഹൃദയത്തിൽ മറ്റൊരുവൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യമായി നീ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞപ്പോൾ ഹൃദയം വല്ലാതെ നുറുങ്ങി നയൻ. കാരണം ആ കണ്ണുനീരിൻ്റെ കാരണക്കാരൻ ഞാനല്ലായിരുന്നു. ആ കണ്ണുനീർ എനിക്കുള്ളതല്ലായിരുന്നു. അത് മറ്റൊരുവന് വേണ്ടിയായിരുന്നു, നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവന് വേണ്ടി. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നയൻ, നിനക്ക് ഞാൻ എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും, സുഹൃത്ത് മാത്രമായിരിക്കും. എനിക്കറിയാം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്ന മാതിരി ഒരിക്കലും നീ എന്നെ ഇഷ്ടപ്പെടില്ല എന്നുള്ളത്. എന്നാലും നീ എൻ്റെ ലോകമായിരുന്നു നയൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ലോകത്തിനിപ്പം വല്ലാതെ ശൂന്യത അനുഭവപ്പെടുന്നത്. നയൻ,
നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് പല സാഹചര്യങ്ങളുണ്ടായിട്ടും അതിന് ഞാൻ ശ്രമിക്കാതിരുന്നത് നീ എന്നെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സ്വന്താക്കുന്നത് മാത്രമല്ലല്ലോ, വിട്ടുകൊടുക്കുന്നതും പ്രണയം തന്നെയാണല്ലോ. നിന്റെ പ്രണയത്തിനും നിന്റെ സന്തോഷത്തിനും വേണ്ടി എൻ്റെ പ്രണയം ഞാൻ അവിടെ വിട്ട് കളയാൻ നയൻ നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടവളായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ എന്നും നീ ഉണ്ടാവും, ഒരു ഉണങ്ങാത്ത മുറിവായി, ഒരു സുഖമുള്ള നോവായി. ആൻഡ് ഐ വിൽ കീപ് യു മൈ ഫേവറേറ്റ് ഇൻകംപ്ലീറ്റ് വിഷ് ആൻഡ് യു ആർ മൈ ഫേവറേറ്റ് സീക്രട്ട്. ഹാപ്പി മാരീഡ് ലൈഫ് നയൻ. എല്ലാ ലവ് സ്റ്റോറിക്കും ഒരു ഹാപ്പി എൻഡിങ് വേണമെന്നില്ല. എല്ലാ വൺ സൈഡ് ലവും സക്സസ് ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില പ്രണയങ്ങൾ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഭംഗിയും അതങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെ പ്രണയം നമ്മളിലേക്ക് എത്താതിരുന്നത് അത് നമ്മുടെ ഇഷ്ടം സത്യമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് വീക്കായിട്ടോ അല്ല. ഒരു പക്ഷെ അയാളെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഏതൊരാളുടെ പ്രാർത്ഥന, ഏതൊരാളുടെ കാത്തിരിപ്പ്, അതായിരിക്കാം ഇത് നമ്മളിൽ നിന്ന് തട്ടിക്കളഞ്ഞു പോയത്. അടഞ്ഞ വാതിലിലേക്ക് നോക്കി ദുഃഖിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെയൊക്കെ പ്രണയം നിങ്ങളിലേക്ക് എത്തില്ല എന്ന് വിചാരിച്ചിട്ട് മനസ്സ് വേദനിക്കരുത്. ഒരു പക്ഷേ നിങ്ങളെ അയാൾ അർഹിക്കുന്നുണ്ടാവില്ല. അതുമല്ലെങ്കിൽ അയാളെക്കാളും കൂടുതൽ നിങ്ങൾ അർഹിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ചിലപ്പം നിങ്ങളുടെ പലരുടെയും മനസ്സിലാവും അതൊരു വേദനയായി നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം, ഒരു മുറിവായി നിങ്ങളുടെ മനസ്സിൽ കാണാം. പക്ഷേ എന്നെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും വരും. അന്ന് അയാളുടെ സ്നേഹമാകുന്ന മരുന്ന് കൊണ്ട് ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്ന മുറിവ് അവരുണക്കുന്നതായിരിക്കും. നല്ലൊരാൾക്ക് വേണ്ടി കാത്തിരിക്കൂ. നമ്മൾ എങ്ങനെയോ അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും സന്ധിക്ക വരേക്കും വണക്കം.